ശബരിമല സ്വർണ്ണപ്പാളി മോഷണ കേസിൽ അന്വേഷണം വ്യാപിപ്പിച്ച് SIT. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കാൻ ഒരാഴ്ച മാത്രം ശേഷിക്കുന്ന പശ്ചാത്തലത്തിലാണ് തെളിവെടുപ്പ് ഉൾപ്പെടെ ഊർജിതമാക്കിയിരിക്കുന്നത്. അതേസമയം ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോറ്റിയെ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. ശബരിമലയിലെ സ്പോൺസർ എന്ന് വിശ്വസിപ്പിച്ച ശേഷം തന്നെയും ഉണ്ണികൃഷ്ണൻ പോറ്റി കബളിപ്പിച്ചെന്നാണ് ഗോവർദ്ധൻ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി. ഗോവർദ്ധൻ ആദ്യം അറിയേണ്ടത് അന്വേഷണം എവിടെയെത്തി, SIT എവിടെയെത്തി നിൽക്കുന്നു? കഴിഞ്ഞ ദിവസമടക്കം നമ്മൾ റിപ്പോർട്ട് ചെയ്ത കാര്യം, അതായത് ഈ ഗോവർദ്ധനുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. പക്ഷേ അതിൽ ആദ്യം പുറത്തു വന്ന വിവരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വിവരങ്ങളാണ് പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഗോവർദ്ധനെ ഉൾപ്പെടെ ഉണ്ണികൃഷ്ണൻ പോറ്റി കബളിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് വിശ്വാസം നേടിയെടുത്ത ശേഷം വഞ്ചിക്കുന്ന തരത്തിലുള്ളൊരു നീക്കം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അതായത് ഈ ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കും അതോടൊപ്പം ചലച്ചിത്ര താരങ്ങൾക്കും അതോടൊപ്പം മറ്റ് അയ്യപ്പ ഭക്തരായി ശബരിമലയിലെത്തുന്ന പ്രമുഖർക്കൊപ്പവും ഉള്ള ചിത്രങ്ങൾ കാണിച്ചുകൊണ്ട് പല ആളുകളെയും കേരളത്തിന് പുറത്തുള്ള പല അയ്യപ്പ ഭക്തരെയും സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പല വ്യവസായ പ്രമുഖരെ സ്വാധീനിക്കാനുള്ള നീക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ താൻ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സ്പോൺസറാണെന്ന് വിശ്വസിപ്പിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി ബന്ധപ്പെടുന്ന ആളുകളിൽ നിന്ന് സാമ്പത്തികമായ ചൂഷണം നടന്നിട്ടുണ്ട് എന്നൊരു നിഗമനത്തിലാണ് SIT. അങ്ങനെ കബളിപ്പിക്കപ്പെട്ടതിൽ ഒരാളാണ് ഗോവർദ്ധൻ എന്ന നിലയിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആദ്യം ഒരു ഘട്ടം ചോദ്യം ഇവിടെ തിരുവനന്തപുരത്തേക്ക് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷം ബെല്ലാരിയിൽ കഴിഞ്ഞ ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി വിവരങ്ങൾ ആരായുന്ന ഒരു സാഹചര്യമുണ്ടായത്. അതിനിടയിലാണ് ഗോവർദ്ധൻ തന്നെ തനിക്ക് കഴിഞ്ഞ 35 വർഷമായി ശബരിമലയുമായി വളരെ അടുത്ത ബന്ധമുണ്ട്, എല്ലാ വർഷവും ദർശനം തേടി അവിടെ എത്താറുണ്ട്, തൻ കുടുംബം, ജോലി, അയ്യപ്പൻ, ഇങ്ങനെയാണ് തന്റെ ഒരു ജീവിതചര്യ എന്ന് തന്നെ കഴിഞ്ഞ ദിവസം നമ്മളോട് തന്നെ വ്യക്തമാക്കിയത്. അതിന് തൊട്ടു പിന്നാലെയാണ് ശബരിമലയിലെ തന്ത്രി മഹേഷ് മോഹനന് തന്നെ 2023 ജൂലൈ 3-ാം തീയതി ഈ ഗോവർദ്ധന്റെ നേതൃത്വത്തിൽ ഉള്ള ജ്വല്ലറിയിൽ അയ്യപ്പ പൂജ നടത്തുന്നതിന് വേണ്ടി എത്തിയതിന്റെ ഇൻവിറ്റേഷൻ ലെറ്റർ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ ഗോവർദ്ധനുമായി വളരെ അടുത്ത ബന്ധം തന്ത്രിക്ക് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഈ ശബരിമലയിലേക്ക് തനിക്ക് ലഭിക്കുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം ഒരു അർച്ചനയായി അവിടെ നൽകിയിരുന്നതാണ്, ഒരു നേർച്ചയായി നൽകിയിരുന്നതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വലിയൊരു അയ്യപ്പ ഭക്തനായിരുന്നു ഈ ഗോവർദ്ധനൻ. സമാനമായ തരത്തിൽ ഈ ഗോവർദ്ധനെ ഉൾപ്പെടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏത് തരത്തിലൊക്കെയാണ് കബളിപ്പിക്കാൻ ശ്രമങ്ങൾ നടത്തിയത് എന്നതടക്കമുള്ള വിഷയങ്ങളിൽ വിശദമായ അന്വേഷണമാണ് SIT നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരാഴ്ച മാത്രമാണ് ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി ബാക്കിയാകുന്നത്. അതിനുള്ളിൽ പരമാവധി തെളിവുകൾ ശേഖരിച്ച് പരമാവധി ഡിജിറ്റൽ തെളിവുകളും അതോടൊപ്പം തന്നെ മറ്റ് ഈ സ്വർണം ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ഫ്ളാറ്റിൽ ഉൾപ്പെടെ ശ്രീറാംപൂരിലെ ഫ്ളാറ്റിൽ ഉൾപ്പെടെ നടത്തിയ പരിശോധനയിൽ ചില രേഖകൾ കൂടി കണ്ടെടുത്തിട്ടുണ്ട് എന്നാണ് വിവരം. പക്ഷേ അതിലെ വിശദാംശങ്ങൾ എന്താണ് എന്നിപ്പോഴും ലഭ്യമായിട്ടില്ല. എന്തായാലും അന്വേഷണം മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിച്ചുകൊണ്ട് പഴുതടച്ച കുരുക്കിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിക്കുന്നതിനുള്ള നീക്കമാണ് SITയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.